ഐ ഗസ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തെമ്മല ഡാമിലാണ്. അതായത് കുളത്തൂപ്പുഴയിൽ നിന്നും ഒരു 10 കിലോമീറ്റർ മാറിയാണ് ഈ ഒരു ഡാം സ്ഥിതി ചെയ്യുന്നത്. അപ്പം കുളത്തൂപ്പുഴ, അതായത് കുളത്തൂപ്പുഴ ജംഗ്ഷനിൽ നിന്ന് നമ്മളൊരു ഫോറസ്റ്റ് മ്യൂസിയം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഡാം കാണാനായിട്ട് വന്നത്. അവിടുന്ന് ഒരു 10 കിലോമീറ്റർ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കാണാനായിട്ട് കുട്ടികൾക്കായാലും ഡാമും കാര്യങ്ങളൊക്കെ കാണാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു സ്ഥലമാണ്. ഇവിടെ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ബോട്ടിംഗ് സർവീസ് ഉണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങളിപ്പം എത്തി. അപ്പോൾ പക്ഷെ ഇവിടെ മഴ പെയ്യാനൊക്കെ ആയിട്ടുള്ളൊരു കൊള്ളിയാനും ഇടിയും ഒക്കെ കിട്ടുന്നുണ്ട്. മഴയാണല്ലോ ഈ മാസം, മഴ സീസണാണ്. അപ്പോൾ വെള്ളമൊന്നും ഷട്ടർ തുറക്കുന്നതിൻ്റെ ആ ഒരു ലെവലിലേക്കൊന്നും എത്തിയിട്ടില്ല. വെള്ളം കയറി വരുന്നേ ഉള്ളൂ. ജൂലൈ ഓഗസ്റ്റ് കഴിയുമ്പോഴത്തേക്കും ആ ലെവലെത്തുമ്പോഴത്തേക്കും ഷട്ടർ തുറക്കും. ഇപ്പോൾ ഷട്ടർ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പം ഇനി കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഗൈസ്, ഇതാണ് നിങ്ങൾ ഈ കാണുന്നതാണ് തെമ്മല ഡാമിന്റെ എൻട്രൻസ് ഏരിയ, കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ്. 10 രൂപയാണ് ഒരാൾക്ക് ഡാം മാത്രം കാണുന്നുള്ള ഫീസ്. ഇനി ഇവിടെ വേറെയും ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ജംഗിൾ ക്യാമ്പിംഗ്, ട്രക്കിംഗ്, ബോട്ടിംഗ്, ജംഗിൾ സഫാരി, കുട്ടവഞ്ചി സഫാരി, ബാംബു റാഫ്റ്റ്, ഡോർമിറ്ററി, ഇങ്ങനെ വന്നിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അതിനൊക്കെ സെപ്പറേറ്റ് ഫീസ് ഈടാക്കുന്നതാണ്. ഏകദേശം ഒരു 350 അടുപ്പിച്ചാവും ഒരാൾക്ക് മാത്രം ഈ പറഞ്ഞ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നതിന്. തെമ്മല ഡാം കേരളത്തിലെ 2ാമത്തെ വലിയ ഇറിഗേഷൻ പ്രൊജക്റ്റാണ്. ഈ തെമ്മല ഡാമിനെ പരപ്പാർ ഡാം എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ ഡാമിൻ്റെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് മോർണിംഗ് 9 o'clock ആണ്. രാവിലെ 9 മണിക്ക് തുറക്കും. അതുപോലെ 5 PM ഈവനിങ് അവരത് ക്ലോസ് ചെയ്യുകയും ചെയ്യും. 5 മണിയാകുമ്പോഴത്തേന് ഈവനിങ് അവരത് ക്ലോസ് ചെയ്യും. പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർ ഈ ഒരു യാത്ര ഒഴിവാക്കുക. കാരണം കുത്തനെയുള്ള സ്റ്റെപ്പുകളാണ്. ഇതൊക്കെ കയറി മേളിൽ ചെല്ലുക എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാവരും മഴക്കാലത്ത് വരാൻ ശ്രമിക്കുക. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. അപ്പോൾ പക്ഷേ ഇത് ജൂൺ മാസമാണ്, എന്നിട്ട് പോലും വെള്ളം കുറവാണ്. അതുകൊണ്ട് തന്നെ ഷട്ടർ തുറന്നിട്ടില്ല. 1961 ഡാമിന്റെ നിർമ്മാണം ആരംഭിക്കുകയും 1986 പണി പൂർത്തീകരിക്കുകയും ഡാം ഓപ്പൺ ചെയ്യപ്പെട്ടു. ഫൈനലി ഞങ്ങൾ ഡാമിന്റെ ടോപ്പിലെത്തി. ഇവിടെ ഒരു മഞ്ഞ ബോർഡിനകത്ത് എഴുതി കൊടുത്തിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് കേരള. അപ്പോൾ അത് ഡാമിന്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ് കേട്ടോ അവരത് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ വിഡ്ത്ത് എത്രയാണ്, ലെങ്ത് എത്രയാണ്, അപ്പോൾ ഏത് ഇയറിലാണ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെയൊക്കെയുള്ള ഫുൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവർ ഈ ബോർഡിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും അങ്ങോട്ട് കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോഴത്തേന് അവിടെ പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അവർ കളക്ട് ചെയ്യും. എന്നിട്ട് മാത്രമേ നമുക്ക് ഡാമിന്റെ ടോപ്പിലേക്ക് കയറാനായിട്ട് അനുവദിക്കുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് ടോപ്പിലേക്ക് എത്തിയപ്പോൾ എല്ലാവരും ഫുള്ള് ഹാപ്പി. ആമിച്ചിനും ആദ്യം എല്ലാവരും ഹാപ്പി. തേന്മല എന്ന വാക്കിൽ നിന്നാണ് തെമ്മല എന്ന ഈ സ്ഥലപ്പേര് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ വരികയാണെങ്കിൽ രാവിലെ ഒരു 9 മണിയാകുമ്പോഴത്തേന് എത്തുക. ഫസ്റ്റ് ഫോറസ്റ്റ് മ്യൂസിയം പോയി കാണുക. അതിനുശേഷം സെക്കൻഡ് തെമ്മല ഡാമിലേക്ക് വരിക. പിന്നീട് പാലരുവിയുണ്ട്, അതിനുശേഷം എക്കോ ടൂറിസം ഉണ്ട്, അതിനുശേഷം ബട്ടർഫ്ലൈ പാർക്കുണ്ട്. അപ്പോൾ രാവിലെ 9 മണിക്ക് നിങ്ങൾ കുളത്തൂപ്പുഴ എത്തുകയാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് ഒരു 6 മണിയാകുമ്പോഴത്തേന് ഏകദേശം എല്ലാം കണ്ടു തീരാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു ഏകദേശം ഉള്ള സ്ഥലങ്ങളെല്ലാം നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം നിങ്ങൾക്ക് കണ്ട് നല്ല രീതിയിൽ ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും.